ഞാൻ കൂടുതൽ പറഞ്ഞത് എടുക്കാൻ പോവുകയാണ്. ഞാൻ മാനസിക ബോധം നമുക്കുണ്ടാവണം. മാനസിക ബോധമാണ് നമ്മുടെ ആവശ്യം. മനസ്സിന് ആനന്ദം കിട്ടണമെങ്കിൽ മാനസിക ബോധം ഉണ്ടാകണം. ആ ആനന്ദം കുറെ കൂടി ശക്തമാകണമെങ്കിൽ ആത്മീയ ബോധത്തിലേക്ക് വേണം. അപ്പോൾ പറയും ആത്മീയ ബോധം എന്താണെന്ന്. ആത്മീയ ബോധം എന്ന് പറയുന്നത് അവനവന്റെ ബോധമാണ്. അവനവൻ എന്ന് പറയുന്നത് ആരാണ്? അഹം ബ്രഹ്മാസ്മി. ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. നമ്മൾ ഉള്ളൂർ പാടിയിട്ടുണ്ട്, അടുത്തു നിൽക്കുവാൻ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനാകതിൽ അതിനെന്താ ശരിയും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവിടെ എൻ്റെ സുഹൃത്തുക്കളെ നോക്കാൻ കഴിയാത്ത, എൻ്റെ സുഹൃത്തുക്കളെ ദൈവതുല്യമായി കാണാൻ കഴിയാത്ത എനിക്ക് അരൂപനായ ഈശ്വരനെ എങ്ങനെ കാണാൻ കഴിയും? ഇതാണ് ഇന്നത്തെ സംസ്കാരത്തിൻ്റെ എന്താണ് എന്താ പറയുക. ഞാനതിനൊന്നും വാക്കുകളില്ല, അത് ലജ്ജിക്കുകയാണ് പറയാൻ. അതുകൊണ്ട് ഞാനത് നിർത്തുകയാണ്. പിന്നീട് ജയകുമാർ സാറാണ് ഇതിൻ്റെ ഉദ്ഘാടകം. അദ്ദേഹം നമ്മുടെ മുനിസിപ്പൽ നഗരസഭയുടെ എന്താണ്